കേശവ് ബലിറാം ഹെഡ്ഗേവാറിൻ്റെ പേര് നൈപുണ്യ വികസന കോർപ്പറേഷൻ്റെ കെട്ടിടത്തിന് നൽകുന്നതിന് എന്താണ് പ്രശ്നം? കോൺഗ്രസ്സുകാർ എന്തിനാണ് ഇത്ര വലിയ ബഹളം ഉണ്ടാക്കുന്നത്? അദ്ദേഹം ഒരു കൃത്യമായിട്ടും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട പങ്ക് നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം ഈ ഹെഡ്ഗേവാർ എന്ന് പറയുന്നത് എന്തോ വലിയ തീവ്രവാദിയാണ്, അദ്ദേഹം വാര്യംകുന്നത്തിനെ പോലുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെയുള്ള രീതിയിലാണ് കോൺഗ്രസ്സുകാർ കാണുന്നതെന്നാണ് തോന്നുന്നത്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അതായത് ഇന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് ഗൗതം പറയുന്നത്. ഇന്ന് അവിടെ ഉന്തും തള്ളും പോലീസ് ഇടപെടലും അതേപോലെ അവിടുത്തെ സദസ്സിലേക്ക് RSSകാരും BJP പ്രവർത്തകരും വരികയും കോൺഗ്രസ്സുകാർ അങ്ങനെ വലിയൊരു ഇഷ്യൂ അവിടെ ഉണ്ടായി. നേരത്തെ തന്നെ അത് വലിയ ഇഷ്യൂ ആയിട്ട് പുറത്ത് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തല വെട്ടും കൈ വെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായിട്ടുള്ളതാണ്. ഇതെന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ഒരു RSS നേതാവ് മുമ്പ് ആര് എന്ത് എങ്ങനെ എന്നുള്ളതല്ല. അദ്ദേഹം എന്തായാലും ഗാന്ധിജിയെ പോലെയോ അല്ലെങ്കിൽ നെഹ്റുവിനെ പോലെയുള്ള വിശേഷതയുള്ള ആളൊന്നല്ലല്ലോ. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ആണോ എന്നുള്ള ചോദ്യം ഇവിടെ ഇല്ല. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം 2025 പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയുമായി പേരിടുമ്പോൾ ഒന്നുകിൽ ഇങ്ങനെ എല്ലാവരും ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ആളുകളോ അല്ല ഇപ്പോൾ നിലവിലുള്ള ഏതെങ്കിലും പ്രമുഖരായ നേതാക്കന്മാരോ അല്ലെങ്കിൽ മരിച്ചുപോയ നേതാക്കന്മാർ ആരെങ്കിലും, അതിപ്പം BJPയുടെ പ്രമുഖരായ മാരാർജിയോ അങ്ങനെയുള്ള ആൾക്കാർ ആയാൽ പോലും പ്രശ്നം അവിടെ വരുന്നില്ല. ഇത് സങ്കുചിതമായിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വർഗീയവാദിയാണെന്ന് ഒരു ഭാഗത്ത് മുദ്ര കുത്തുന്ന ആളും മറുഭാഗത്ത് ദേശീയവാദി എന്ന് പറയുന്ന ഒരാളാണ്. ഇത് തമ്മിൽ ഭയങ്കര ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ അദ്ദേഹത്തെ പിടിച്ച് അവിടുത്തെ നൈപുണ്യ കേന്ദ്രത്തിൻ്റെ ഒരു പേരിടേണ്ട ഒരു ആവശ്യം, എന്നിട്ട് അവിടെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടാക്കേണ്ട ആവശ്യം സ്വാഭാവികമായിട്ടും മുനിസിപ്പാലിറ്റിക്കില്ല. അവിടെ BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്, വലിയ ഭൂരിപക്ഷമൊന്നുമില്ല. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും അവിടെ BJPൻ്റെ കുത്തക തകർന്നു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000-ൽ മേലെ വോട്ട് ഭൂരിപക്ഷം ജയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് BJPക്ക് ഭൂരിപക്ഷമുള്ള മുനിസിപ്പാലിറ്റിയിൽ 6,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയിട്ടുള്ളതാണ്. അതായത് BJPക്ക് ഏറ്റവും അടിത്തറ ഇളകിയിരിക്കുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ് അവരുടെ ഏറ്റവും കുത്തക സീറ്റിൽ. അപ്പോൾ ആ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങൾ ഉണ്ടാകുകയും ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അവിടുത്തെ BJP പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തെ MLAയുടെ കാല് വെട്ടും തല വെട്ടും എന്നൊക്കെ പ്രഖ്യാപിക്കുകയും അതിൻ്റെ പേരിൽ കോൺഗ്രസും BJPയും തമ്മിൽ യുദ്ധം ഉണ്ടാവുകയും അവിടുത്തെ പാലക്കാട്ട് സമാധാനാന്തരീക്ഷം ഭയങ്കര ഇഷ്യൂ ആവുകയും ഒക്കെ ഉണ്ടായിട്ടുള്ള സന്ദർഭത്തിൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വിവാദത്തിന് പോകുന്നത്? ഹെഡ്ഗേവാറിനെ നമ്മളൊരു വർഗീയവാദിയൊക്കെ ആയിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കുന്നില്ല, പക്ഷെ ഒരു വിഭാഗം ആളുകൾ വർഗീയവാദിയായിട്ടാണല്ലോ ചിത്രീകരിക്കുന്നത്. അതിനെന്തെങ്കിലും സംശയമുണ്ടോ? ഒരു ഭാഗം പറയുന്നു ദേശീയവാദിയാണ് പറയുന്നു, മറുഭാഗത്ത് പറയുന്നു ഇയാൾ വർഗീയവാദിയാണ്. RSSൻ്റെയും അത് ഹിന്ദു മുന്നണിയുടെയൊക്കെ ഇതുള്ള തീവ്ര വർഗീയവാദിയായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. മറുഭാഗത്ത് ദേശീയവാദിയായിട്ടും സമര പോരാളിയായിട്ടും അറിയുന്നു. എന്താവട്ടെ, ഇപ്പോൾ പാലക്കാട് ഇതൊരു വലിയ ഇഷ്യൂ ആയി മാറുമ്പോൾ എന്തിനാണ് തർക്കമുണ്ടാക്കാൻ വേണ്ടി വീണ്ടും എരിതീയിലേക്ക് എണ്ണ ഒഴിക്കാൻ വേണ്ടി അവിടെ ഈ വിവാദവുമായി അവിടുത്തെ മുനിസിപ്പാലിറ്റി ഇറങ്ങിപ്പുറപ്പെടുന്നത്? ഇതിൽ തന്നെ BJPയിൽ തന്നെ ഉള്ളിൽ തന്നെ ഭയങ്കരമായ വിവാദം നടക്കുന്നുണ്ട് ഈ പേരിൽ. ഇതുവരെ പാലക്കാട് BJP എന്ന് പറയുന്ന വലിയ ഏറ്റുമുട്ടലിൻ്റെ BJP അല്ല. അവിടെ PFIയുമായിട്ട് അവിടെ കൊലപാതകം എല്ലാം നടന്നിട്ടുണ്ടെങ്കിലും അവിടെ സമാധാനപ്രിയരായ BJP പ്രവർത്തകരാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൃഷ്ണകുമാറിനെ പോലെയുള്ള ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും സമാധാനപ്രിയനാണ്. അവിടുത്തെ മുനിസിപ്പാലിറ്റി ചെയർമാനായിരുന്നു, MLA മത്സരിച്ചിട്ടുണ്ട്, BJPയുടെ പ്രമുഖനായ നേതാവാണ്. അവരെപ്പോലുള്ള ആളുകളൊന്നും തന്നെ ഇത്തരത്തിലുള്ള തീവ്ര ഹിന്ദു നിലപാടെടുത്ത് അല്ലെങ്കിൽ ഇത്രയും ഇഷ്യൂ ഉണ്ടാക്കി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളല്ല. ഇപ്പോൾ എന്തിനാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത്? പ്രശ്നം യഥാർത്ഥത്തിൽ ഉണ്ടാക്കാൻ നിൽക്കുന്നത് കോൺഗ്രസ് ആണല്ലോ. അതിലാണ് പറയുന്നത് തീവ്ര ഹിന്ദു എന്ന് പറയുന്ന ആക്ഷേപിക്കുന്ന ഒരു ആളെക്കുറിച്ച്, മറുഭാഗത്ത് ദേശീയവാദി എന്ന് പറയുന്ന ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗം. ഇത് തമ്മിൽ അവിടെ പ്രശ്നമുണ്ടായിരിക്കുമ്പോൾ ആ പേരിട്ടില്ലേ ഇപ്പം എന്താ വരാൻ പോണേ?
കേരളത്തിലൊരു BJP നേതാവ് മരിച്ചുപോയ ഒരു BJP നേതാവിൻ്റെ പേരിട്ടാൽ വേറെ പ്രശ്നമുണ്ടോ? അവിടെ എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. അപ്പോൾ ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് കത്തിക്കാൻ എന്തിനാണ് നിൽക്കുന്നത്? ഇന്നെന്താ കണ്ടില്ലേ, മുനിസിപ്പാലിറ്റിയിൽ നടന്ന, കൗൺസിലിൽ നടന്ന അടി, എന്തിനു വേണ്ടിയിട്ടാണ് ഈ അടി നടക്കുന്നത്? അല്ല, അത് അടി നടത്തിയത് യഥാർത്ഥത്തിൽ കോൺഗ്രസും LDFും ഒന്നിച്ചാണ്. സ്വാഭാവികമായിട്ട് എതിർപ്പ് വന്നു. പുറമെ രാഹുൽ മാങ്കൂട്ടത്തിനെ ശരിയാക്കി കളയും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമുണ്ട്. അവിടുത്തെ MLA ശരിയാക്കി കളയുന്നുണ്ട്. BJPയുടെ അവിടുത്തെ പ്രസിഡന്റ് പ്രസംഗിച്ചു. ഇത് എല്ലാവർക്കും അറിയാം, അയാളൊരു വധക്കേസിലെ പ്രതി കൂടിയാണ്. അപ്പം അവിടെ ഗുണ്ടാ മാഫിയ ഒരു കേന്ദ്രമാക്കി പാലക്കാടിനെ മാറ്റുകയും അവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളത് ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് BJPയിൽ ഒരു വിഭാഗം നടത്തുന്നത്. മറുഭാഗം BJPക്കാർ സമാധാനപ്രിയർ, അവർ BJP തന്നെ വലിയ ഭിന്നതയുണ്ട് ഇതിൻ്റെ പേരിൽ. BJP പാലക്കാട് ഇങ്ങനൊരു ഇഷ്യൂ കേരളത്തിൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. BJP പാലക്കാട് എന്ന് പറയുന്നത് ശക്തമായിട്ട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ അവർ ശക്തമാണ്. ഇപ്പോൾ ഈ പ്രശ്നം കൊണ്ട് BJPക്ക് തിരിച്ചടി കിട്ടുന്നു എന്നുള്ളതാണ് അതിനുള്ളിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നത്. അതായത് BJPക്കുള്ളിൽ തന്നെ ഇത്തരം ഇഷ്യൂ ഉണ്ടാക്കണ്ട, സമാധാനപരമായിട്ട് മറ്റൊരു പേരിടുന്നത് നല്ലതാണ്, അവിടെ എന്തിനാണ് തർക്കത്തിന് നിൽക്കുന്നതെന്നാണ് ഒരു ഭാഗം പറയുന്നത്. മറുഭാഗം അല്ല, ഇത് തന്നെ വേണം. അവിടുത്തെ പ്രസിഡന്റ് BJP അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് പറയുന്നത് പോരാ, ഇത് തന്നെ വേണം. ചെയർമാനും പറയുന്നു. ചെയർമാൻ ഒരാളായിട്ട് പറയുന്നു. പ്രസിഡന്റ് പറയുന്നതിലേ കേൾക്കാൻ പറ്റുള്ളൂ. നഗരസഭാ ചെയർമാൻ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് പറയുന്നതല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പം ജില്ലാ പ്രസിഡന്റ് പറയുന്ന പ്രകാരം പ്രവർത്തിച്ചാൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അവർ പോകേണ്ടി വരില്ലേ? ശ്യാമളേൻ്റെ ലെവലിൽ. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന അവിടുത്തെ BJP പ്രസിഡന്റാണ് ഇപ്പോഴത്തെ. അദ്ദേഹം ഒരു ഗുണ്ടാ മാഫിയെ പോലെ പ്രവർത്തിക്കുകയാണ്. ഇത് അടിച്ചേൽപ്പിച്ച് ബഹളം ഉണ്ടാക്കുന്നു. അവിടെ എന്തിനും ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്ന് പറയും. ഇനി മാത്രം എന്താ അത്ര അവിടെ ആ പേരിട്ടില്ലെങ്കിൽ ഇപ്പം എന്താ വരാമാണ്? BJPക്കാരൻ്റെ പേരിടുന്നത് എത്ര BJPക്കാരുടെ പേരുണ്ട്? മരിച്ചുപോയ എത്ര വാജ്പേയിൻ്റെ പേരിട്ടൂടെ? എല്ലാവരും അംഗീകരിക്കില്ലേ? അടൽ ബിഹാരി വാജ്പേയി എന്ന് പറഞ്ഞ പേരിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളല്ലേ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാൾ എതിര് പറയുമോ? പിന്നെ എന്തുകൊണ്ട് അത്ര ആളുകളെ പേരിടുന്നില്ല? ഇദ്ദേഹം അങ്ങനെ ഒരു സ്ഥാനം വഹിച്ച ആളല്ലല്ലോ ഹെഡ്ഗേവാർ എന്ന് പറയുന്നത്. പകരം നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി അതുപോലുള്ള പ്രമുഖരായ ദേശീയ ആളുകളെ പേരിട്ടാൽ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. അപ്പം അവിടെ പ്രശ്നം ഉണ്ടാക്കുക, ഒരു പ്രശ്നം ഉണ്ടായി, അത് പരിഹരിക്കാനല്ലേ നോക്കണ്ട. അപ്പോൾ BJP അവിടെ വളരണമെങ്കിൽ എന്താവണം? ജനങ്ങളുടെ സപ്പോർട്ട് വേണം. അവിടെ BJP ഒരു ഗുണ്ടാ മാഫിയയെ പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെന്ന് പറഞ്ഞാൽ അവിടുത്തെ സാധാരണ ജനങ്ങൾ അംഗീകരിക്കുമോ? ഏറ്റുമുട്ടലിലൂടെ അവിടെ പാർട്ടി വളർത്താമെന്നാണോ കരുതുന്നത്? അത് അവിടെ ഉണ്ടാകുന്ന ഭിന്നിപ്പ് എത്രമാത്രമാണ്? അവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് BJP ഇത്തരം പ്രവർത്തനം നടത്തുന്നത്. അതിനെതിരെ അവിടുത്തെ നല്ലവരായ BJP പ്രവർത്തകർ എതിരാണ്. സത്യം പറഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന BJP പ്രവർത്തകർ ഈ സംഭവത്തിനെ വല്ലാതെ എതിർക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നില്ല. BJPക്കാർ തന്നെ പാലക്കാട് ജിന്ന സ്ട്രീറ്റിന്റെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അല്ല, ജിന്ന സ്ട്രീറ്റ് നമ്മൾ 1947 മുമ്പോ അല്ലെങ്കിൽ ആ സന്ദർഭങ്ങളിലോ ഒക്കെ ഉള്ള കുറേ കാലമുള്ള പേരുകളൊക്കെ മാറ്റണം എന്നൊക്കെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്നതാണ്. ഇപ്പം ഒരു പ്രശ്നം ഉണ്ടാക്കുക, ഇപ്പൊ ഉണ്ടാക്കുന്ന ജിന്ന വർഗീയവാദിയാണെന്നും ഇന്ത്യയെ മുന്നിൽ വിഭജിക്കാൻ പ്രവർത്തിയ ആളെന്ന് നമുക്കറിയാം. ഇത് മുമ്പുണ്ടായ കാര്യമല്ലേ? എന്തിനാണ് ബാബറി മസ്ജിദ് പൊളിച്ചത്? അതേപോലെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുകയാണ്. ബാബറി മസ്ജിദ് പൊളിച്ച വഴി ഇന്ത്യയിൽ എന്തെല്ലാം ഉണ്ട്, എത്ര പേര് മരിച്ചു, എത്ര പേര് വർഗീയ ഇതിൽപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലിൽ മരണമടഞ്ഞു, പരസ്പരം മനസ്സിനുള്ള വിദ്വേഷം ഉണ്ടായില്ലേ? ഇന്നലെ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അടിപിടി കൂടാനുള്ള ഒരു കാരണമായില്ലേ? പിന്നീട് ഒരു കോടതി ഇടപെട്ട് ഇതേപോലെ ഒരു അയോധ്യ നേരത്തെ ഒരു അമ്പലം വേറെ പണിഞ്ഞിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ അന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാകുമോ? ആരെങ്കിലും എതിർക്കുമോ? ഞങ്ങളൊരു അയോധ്യ ക്ഷേത്രം വേറെ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുണ്ടാവോ? ആ ബാബറി മസ്ജിദ് ഒരു സ്മാരകമായി എല്ലാ കാലത്തും സൂക്ഷിച്ചൂടെ? അമ്പലം പോയി ദൈവം അവിടെ നിന്ന് മാറിപ്പോവോ വേറെ സ്ഥലത്തേക്ക് മാറ്റിയാണെങ്കിൽ? നമ്മളെ രാമൻ എന്ന് പറയുന്നത് ഏറ്റവും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമാണ് രാമൻ. രാമൻ എന്ന് പറയുന്ന രാമനെ എന്താക്കുകയാണ്? വർഗീയവാദിയാക്കി ഭീകരനാക്കി മാറ്റുകയാണ് ഇവർ. ആ അമ്പലം, അയോധ്യ എന്നുള്ള അമ്പലം വേറെ ഉണ്ടാക്കി, ബാബറി മസ്ജിദ് അതേപോലെ കാത്തുസൂക്ഷിച്ചു, പള്ളി വേറെ ഉണ്ടാക്കി, എല്ലാം സമാധാനമായി തീരില്ലേ? അപ്പോൾ ഇവിടെ ഇഷ്യൂ ഉണ്ടാക്കുക, ഇവിടെ കത്തിക്കുക, തമ്മിലടിപിടി കൂടുക, സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം, BJPയുടെ ലക്ഷ്യം. ഈ പറയുന്ന ഒരു ഭാഗം BJPക്കാരുടെ, ഞാൻ എല്ലാ ഭാഗം BJPക്കാർ അങ്ങനെയാണ്. ഒരു ഭാഗം BJPക്കാരുടെ ലക്ഷ്യം. അതിന് മറുഭാഗം BJPക്കാർ ശക്തമായ എതിർപ്പാണുള്ളത്. സാധാരണക്കാരെ BJPക്കാർക്ക് ശക്തമായ എതിർപ്പാണുള്ളത്. BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റും അതിന് കൂട്ടു നിൽക്കുന്നു. പാലക്കാട് BJP പ്രസിഡന്റിന്റെ അദ്ദേഹം നേരത്തെ ഒരു വധക്കേസിലെ പ്രതി കൂടിയാണെന്ന് ഓർക്കണം.
ഓർക്കണം. അങ്ങനെയുള്ള ആൾ അവിടെ ഒരു ഗുണ്ടായിസത്തിൻ്റെ രൂപത്തിൽ ഈ കാര്യങ്ങൾ പറയുകയും ഒരു MLA കാല് വെട്ടുന്ന എന്തിനാ പറഞ്ഞത്? MLA അയാൾക്ക് എതിർക്കാനുള്ള അവകാശമില്ലേ? പ്രതിഷേധിക്കാനുള്ള അവകാശമില്ലേ? അങ്ങനെ കാല് വെട്ടും തല വെട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കേരളത്തിൽ നടക്കുന്ന കാര്യമാണോ? ഭയപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രീയമാണോ കേരളത്തിൽ വേണ്ടത്? അപ്പോൾ ഒരു വിവാദമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇതാ ഞങ്ങൾ വാജ്പേയിൻ്റെ പേരിട്ടു എന്ന് ആരെ എതിർക്കുമോ? ഇത്രയുള്ള ഇഷ്യൂ അത് ഊതി വീർപ്പിച്ച് കത്തിക്കുകയാണ്. നോക്കൂ, എന്താണ് ഇതിൽ എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RSS എന്ന് ഇതിപ്പോൾ ഈ പേരെന്തിനാണ് ഇട്ടത് എന്നുള്ളതാണ് ചോദ്യം. ഈ പേരിട്ടത് കൊണ്ട് എന്താണ് പ്രശ്നം? ഇവർ ഈ പ്രശ്നമാക്കാൻ നിന്നില്ലെങ്കിൽ ഇത് കുഴപ്പമാവില്ലല്ലോ. RSS എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾക്കും പ്രതികരണം ഉണ്ടാകും. അല്ല, RSS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം എന്താണ് 100 വർഷമായിട്ട് ഇന്ത്യയിൽ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും പറഞ്ഞിട്ടില്ല. ഈ ഹെഡ്ഗേവാർ എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഒരു നേതാവൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരുന്ന ഒരാളെന്നല്ലല്ലോ. ഈ ഔദ്യോഗിക സ്ഥാനത്തിരുന്ന ഒരാളെ നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം. ഔദ്യോഗിക സ്ഥാനത്തൊന്നും ഇല്ലാത്ത ഒരാളെ, കേരളവുമായി ബന്ധമില്ലാത്ത ഒരാളെ മുമ്പ് RSS നേതാവായി എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്ന രൂപത്തിൽ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? അതേസമയത്ത് സമുന്നതരായ BJP നേതാക്കന്മാരില്ലേ? കേരളത്തിൽ തന്നെ BJP നേതാക്കന്മാരിൽ മരിച്ചുപോയ എത്ര പേരുണ്ട്? അവിടെ തന്നെ ഉണ്ട് ധാരാളം ആളുകൾ. അവരുടെ പേരിട്ടൂടെ? ആരെങ്കിലും എതിർക്കുമോ? അല്ല, ഇത് പക്ഷേ ഇവരെ RSSകാരുടെ ഏറ്റവും തലതൊട്ടപ്പനായിട്ടുള്ള ആളാണ്. അല്ലാന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ വിഷു ഉണ്ടാക്കിയ ആ ഹെഡ്ഗേവാറിനെ അടക്കം ചീത്തപ്പേരുണ്ടാക്കുന്നത് എന്തിനാ? ഹെഡ്ഗേവാർ ഇത് കേട്ട് കഴിഞ്ഞാൽ ഈ RSSകാർ അവിടെ നിന്ന് ഒട്ടിക്കും. എൻ്റെ പേരിൽ എന്തിനാ നിങ്ങൾ തല്ലുന്നത്? നിങ്ങൾ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല ഞാൻ ജീവിച്ചത്. RSS എന്ന് പറഞ്ഞാൽ സമാധാനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയെ ഇങ്ങനെ എൻ്റെ പേരും പറഞ്ഞ് ചീത്തപ്പേരുണ്ടാക്കാൻ എന്തിനാ നിൽക്കുന്നതെന്നുണ്ട്. അങ്ങനെ ജീവനുണ്ടെങ്കിൽ RSS അടിച്ചു ഓടിക്കും. അപ്പം അദ്ദേഹം ജീവനോടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവിടുത്തെ BJP പ്രസിഡന്റ് മുഖത്തേക്കും. ഇതവിടെ ആൾക്കാരെ തമ്മിൽ അടുപ്പിച്ച് എൻ്റെ പേര് ഉപയോഗിച്ച് എന്തിനാ നിങ്ങൾ തല്ലുന്നതെന്ന് ചോദിക്കുള്ളൂ. ഇതാണ് യഥാർത്ഥ പ്രശ്നം അവിടെ ഉള്ളൂ. ശരിക്കും ഈ പ്രശ്നത്തെ പേര് യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധം മനസ്സിലാക്കിക്കൊണ്ട് BJP ആ പേര് ഇടുന്നത് വേറൊരു പേരിട്ടൂടെ എന്തപ്പം വരാൻ പോണേ? എൻ്റെ ചോദ്യം അതാണ്. ഇതിപ്പോൾ കേരളത്തിൽ ഒരു കലാപം ഉണ്ടാക്കാനുള്ള പരിപാടിയുടെ ഭാഗമായി വിത്ത് പാകുകയാണ്. ഇതിൻ്റെ പേരിൽ അവിടെ ആസൂത്രിതമായ അടിയും പിടിയും ബഹളും ഏറ്റുമുട്ടലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകവും സമാധാന അന്തരീക്ഷം ഇന്നലെ വരെ BJPയും കോൺഗ്രസും CPMും മറ്റു സംഘടനകളുമായിട്ട് പാലക്കാട് ഉണ്ടായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ബഹുമാനിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ആരും എതിർക്കാൻ പോവാറില്ല. അവരവരുടേതായ വഴിക്ക് പോകുന്നു. ഇപ്പുറത്ത് ഇവർ പോകുന്നു. ആരും എതിരല്ല. പക്ഷേ ഒരു ആളുടെ പേരിൽ ഇത്രയും വിവാദമുണ്ടാകുന്നു. ആ വിവാദം അവിടെ കത്തിപ്പടരുന്നു. അതിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് വേണ്ടെന്ന് വെച്ചാൽ എന്താ വരാൻ പോണേ? എന്താ സംഭവിക്കും? അവിടെ ആ നൈപുണ്യ കേന്ദ്രം പ്രവർത്തിക്കില്ലേ? അവിടെയുള്ള ആൾക്കാർ, അവിടെ അംഗവൈകല്യമുള്ള ആളുകൾക്ക് വേണ്ട ഭിന്നശേഷിയുള്ള ആളുകളെ അവിടെ പ്രവർത്തനം നടക്കില്ലേ? അത് നടക്കും. പിന്നെ എന്തിനാ വിവാദം? പേരുണ്ടെങ്കിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനെ പേരിന് വിവാദം വന്നു കഴിഞ്ഞല്ലോ. വിവാദമില്ലെങ്കിൽ അവർക്ക് എന്താ പ്രശ്നം ഉണ്ടാവും? വിവാദം വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സമന്വയത്തോടെ പരിഹരിക്കാനുള്ള ഒരു കാര്യമാണ് എല്ലാ പാർട്ടികളും, പ്രത്യേകിച്ചും ഭരിക്കുന്ന പാർട്ടി ചെയ്യേണ്ടത്. അവിടെ ഭരിക്കുന്ന BJP ആണ്. BJP പറയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളെ എതിർപ്പ് കാരണം ഞങ്ങളെ നേതാവിനെ ചീത്തപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഞങ്ങൾ വേറെ പേരിടാൻ പോകണം, വാജ്പേയിൻ്റെ പേരിടും, അല്ലെങ്കിൽ അതേപോലുള്ള ബഹുമാന്യനായ ആരെങ്കിലും പേരിടുന്നു. ഇന്ന് പ്രശ്നമുണ്ടോ? പക്ഷെ അങ്ങനെ ഇടാൻ അവരെന്തായാലും തയ്യാറാവില്ല. അതാണ് ഏറ്റുമുട്ടലും എന്തും ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ അടിപിടി നടക്കണം, നിങ്ങളുടെ ആൾക്കാർ തമ്മിൽ തല്ലി ചാവണം എന്നുള്ള ചിന്താഗതിയാണ് ഒരു വിഭാഗം BJPക്കാർക്കും RSSകാർക്കുള്ളത്. യഥാർത്ഥ RSSകാരും BJP